ഇറാനെ തൊട്ട US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ശരിക്കും പെട്ടിരിക്കുകയാണ്. എല്ലാ പ്രസ്താവനകളും അടിക്കടി മാറ്റുന്നയാളാണ് ട്രംപ്. എങ്കിലും ഇന്ന് പുലർച്ചെ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇറാനിലെ ഊർജ്ജ കേന്ദ്രങ്ങൾക്കെതിരായ ആക്രമണം ഏപ്രിൽ 6 വരെ നിർത്തിവെച്ചെന്നാണ്. വിവിധ യുദ്ധങ്ങൾ നടത്താൻ ഇടപെട്ടെന്ന് പറഞ്ഞു തുടങ്ങിയ ട്രംപ് ഇപ്പോൾ ഇറാന്റെ പരമോന്നത നേതാവാകാൻ ക്ഷണമെന്നുവരെ പറഞ്ഞു വെച്ചു. എല്ലാറ്റിനും സാമൂഹ്യ മാധ്യമങ്ങളിൽ പരിഹാസമാണ്. ഇതിനിടയിൽ സ്വയം പ്രഖ്യാപിത നൊബേൽ ജേതാവായതും നാം കണ്ടു. അങ്ങനെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും പരിഹാസ്യനാവുകയാണ് ട്രംപ്. അത് ട്രംപിനൊരു ശീലമായി കഴിഞ്ഞു. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരി എന്ന പേരിൽ ഫെബ്രുവരി 28-ന് US-ഉം ഇസ്രായേലും ഇറാന് നേരെ ആക്രമണം തുടങ്ങുമ്പോൾ ട്രംപ് പറഞ്ഞത് തങ്ങളുടെ ആത്യന്തിക ലക്ഷ്യം ഇറാനിലെ ഭരണമാറ്റം എന്നായിരുന്നു. ഇതിനു പുറമെ ഇറാന്റെ എണ്ണശേഖരം ഉൾപ്പെടെയുള്ള സമ്പത്ത് പിടിച്ചെടുക്കുന്നതടക്കമുള്ള അജണ്ടകളും സഖ്യസേനയുടെ ആക്രമണത്തിന് പിന്നിലുണ്ടായിരുന്നു. എന്നാൽ ലക്ഷ്യം നേടും മുമ്പേ US-ഉം ട്രംപും പിൻവാങ്ങുകയാണ്. യുദ്ധം 27 ദിവസം പിന്നിടുമ്പോൾ ഏകപക്ഷീയമായി വെടിനിർത്തലിന് പുതിയ നിർദ്ദേശങ്ങളുമായി ട്രംപ് രംഗപ്രവേശനം ചെയ്തിരിക്കുകയാണ്. യുദ്ധം 3 ആഴ്ചയിലേക്ക് കടന്നപ്പോൾ തന്നെ ട്രംപിന്റെ മനം മാറ്റത്തിന്റെ സൂചനകൾ പ്രകടമായിരുന്നു. കഴിഞ്ഞ ശനിയാഴ്ച 48 മണിക്കൂറിനകം ഹുർമൂസ് ഇടനാഴി തുറന്നില്ലെങ്കിൽ ഇറാന്റെ ഊർജ്ജ നിലയങ്ങൾ ആക്രമിക്കുമെന്നായിരുന്നു ട്രംപിന്റെ മുന്നറിയിപ്പ്. അന്ത്യശാസനത്തിലുള്ള സമയം കഴിയാനിരിക്കെ അദ്ദേഹം അപ്രതീക്ഷിതമായി വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയായിരുന്നു. ഇറാനുമായി ചർച്ച നടക്കുന്നതിനാൽ 5 ദിവസത്തേക്ക് ഇറാന്റെ ഊർജ്ജ നിലയങ്ങൾ ആക്രമിക്കില്ലെന്നായി ട്രംപ്. ചർച്ചകളെക്കുറിച്ചുള്ള വാർത്തകൾ അത്രയും ഇറാൻ നിഷേധിക്കുമ്പോഴാണ് ട്രംപിന്റെ സമാധാന പദ്ധതി എന്ന് മറന്നു പോകരുത്. ട്രംപ് നടന്നുവെന്ന് പറയുന്ന ചർച്ചകളെല്ലാം ഞങ്ങൾ അറിഞ്ഞില്ലെന്നാണ് ഇറാൻ പറയുന്നത്. ട്രംപ് മുന്നോട്ട് വെക്കുന്ന പരമാധികാരം ചോദ്യം ചെയ്യുന്ന നിർദ്ദേശങ്ങളോട് ഇറാൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് കണ്ടറിയണം. പ്രസിഡന്റ് പെസസ്കിയാൻ നേരത്തെ വ്യക്തമാക്കിയതനുസരിച്ചാണെങ്കിൽ ട്രംപിന്റെ നിർദ്ദേശങ്ങൾ തള്ളപ്പെടാനാണ് സാധ്യത. ചർച്ചയുടെ തന്നെ സാധ്യതകൾ തള്ളിയ ഇറാൻ ഇതിനകം യുദ്ധവിരാമത്തിന് കർശന വ്യവസ്ഥകളാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഇറാന്റെ പരമാധികാരം അംഗീകരിക്കുക, യുദ്ധം മൂലമുണ്ടായ നാശനഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകുക, ഭാവിയിൽ ആക്രമണം ഉണ്ടാകില്ലെന്ന് ഉറപ്പു നൽകുക എന്നിവയാണ് പെസസ്കിയാൻ മുന്നോട്ട് വെച്ച വ്യവസ്ഥ. ഇതിനു പുറമെ ഉപരോധം പൂർണ്ണമായി പിൻവലിക്കുക, ഹുർമൂസിന്റെ പൂർണ്ണ നിയന്ത്രണം അനുവദിക്കുക, ഗൾഫ് മേഖലയിലുള്ള എല്ലാ സൈനിക നിലയങ്ങളും US അടച്ചുപൂട്ടുക തുടങ്ങിയ വ്യവസ്ഥകളും കഴിഞ്ഞ ദിവസങ്ങളിൽ യുദ്ധവിരാമത്തിലുള്ള വ്യവസ്ഥകളായി ഇറാന്റെ പ്രതിനിധികൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇതിനിടെ ട്രംപിന്റെ പൊതുജന സ്വീകാര്യതയിൽ വൻ ഇടിവെന്ന അഭിപ്രായ സർവേ. ട്രംപിന്റെ സ്വീകാര്യത റേറ്റിംഗ് എക്കാലത്തെയും താഴ്ന്ന നിലയിലെത്തിയതായി റോയിട്ടേഴ്സ് ഇപ്സോസ് സർവേ പറയുന്നു. ഇറാനെതിരായ ആക്രമണങ്ങളെ ഭൂരിഭാഗം US പൗരന്മാരും എതിർക്കുന്നുണ്ട്. അമേരിക്കൻ സേന കഴിഞ്ഞ കാലങ്ങളിൽ നിന്നും നേരിടാത്ത വെല്ലുവിളികൾക്ക് മുൻപിലാണുള്ളത്. US താവളങ്ങൾക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണം തലവേദന സൃഷ്ടിക്കുകയാണ്. US താവളങ്ങൾ ഉപേക്ഷിച്ച് പല അമേരിക്കൻ സൈനികരെയും വിവിധ ഹോട്ടലുകളിലേക്കും ഓഫീസ് കെട്ടിടങ്ങളിലേക്കും മാറാൻ നിർബന്ധിതരാക്കിയെന്ന് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു. യുദ്ധവിമാനങ്ങൾ പ്രവർത്തിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന പൈലറ്റുമാരും ക്രൂ അംഗങ്ങളും ഒഴികെ കരസേനയുടെ ഭൂരിഭാഗവും സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറിയിരിക്കുകയാണ്. ചുരുക്കത്തിൽ അമേരിക്കൻ ജനതയാകെ ഇസ്രായേൽ താൽപര്യത്തിന് കുടപിടിച്ച് ട്രംപ് ക്ഷണിച്ചു കൊണ്ടുവന്ന ദുരിതം അനുഭവിച്ചറിയുകയാണ്.